കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിനിമ കണ്ടു. ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ഒരു ക്രൈം സബ്ജക്റ്റ് ആക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കണ്ടത്. അതിനകത്ത് രചനയും സംവിധാനവും അതിൻ്റെ ലീഡ് റോളും അഭിനയിച്ചത് എം എ നിഷാദാണ്. എം എ നിഷാദിനെ നമുക്കറിയാം. അദ്ദേഹം സാധാരണഗതിയിൽ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ആളാണ്. സിനിമ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിനിമാ മോഹമായിട്ട് നടക്കുന്ന ആളാണ്. ധാരാളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ വർഷങ്ങളായി ഒരു സിനിമ കണ്ടിട്ട് അങ്ങനെയാണ് ഈ സിനിമ കണ്ടത്. കാരണം അതിനകത്ത് കണ്ട ഒരു രണ്ട് പേരുടെ ചില അഭിപ്രായങ്ങൾ കേട്ടു. പോലീസ് വർക്ക് എന്താണ് എന്ന് ഈ സിനിമയിൽ കൂടെയാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. അതിനെപ്പറ്റി വിപരീതമായ അഭിപ്രായങ്ങൾ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷേ ഇതിനകത്ത് നിഷാദ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഒരു ഡിവൈഎസ്പിയുടെ റോള് ചെയ്യുന്നത്. ലീഡ് റോള് അദ്ദേഹം തന്നെയാണ്. രചനയും സംവിധാനവും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ പാട് കേരള പോലീസിലുണ്ടായിരുന്ന DIG ആയിട്ട് റിട്ടയർ ചെയ്ത കുഞ്ഞു മുഹമ്മദ് കുട്ടി IPS. അദ്ദേഹം സബ് ഇൻസ്പെക്ടറായിട്ട് കയറി DIG ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ഞാനൊക്കെ സർവീസിൽ കയറുന്ന സമയത്ത് അദ്ദേഹം അന്ന് SP-യും DIG ഒക്കെ ആയി. അദ്ദേഹത്തിന് ധാരാളം കേസുകൾ കേരളത്തിൽ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ചെറുപ്പം മുതലേ നിഷാദ് ഒരു പോലീസ് ഓഫീസറുടെ നീക്കം എന്താണ്, നടപ്പെങ്ങനെയാണ്, നോട്ടം എങ്ങനെയാണ്, അന്വേഷണ രീതികൾ എങ്ങനെയാണ്, ക്രൈംബ്രാഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് അന്വേഷിക്കുക, ഇതൊക്കെ വ്യക്തമായിട്ട് നേരിട്ടറിയാവുന്ന ഒരാളാണ് നിഷാദ്. അതുകൊണ്ടാണ് ആ സിനിമ കാണാൻ പോയത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം മലയാളത്തിൽ ഒരു പോലീസ് ഓഫീസർ റോള് ഇതുവരെ ഞാൻ നല്ലൊരു പോലീസ് ഓഫീസർ റോള് കണ്ടിട്ടില്ല. നിഷാദിന്റെ ആ റോള് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ അപ്പന്റെ നടപ്പും ഇരിപ്പും നോട്ടവും പല കേസുകളിലെ അന്വേഷണ രീതിയൊക്കെ ചെറുപ്പം പോലെ കണ്ടു വളർന്നയാളാണ്. അത് ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഞാൻ കാണുന്നത്. കാരണം ഇതിനകത്ത് ഫസ്റ്റ് പാർട്ട് നന്നായിരിക്കുന്നു എന്ന് പറയുന്നു. സെക്കൻഡ് പാർട്ടിനകത്ത് കുറെ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത്ര കാര്യങ്ങൾ ചേർക്കണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന, കോട്ടയം ക്രൈംബ്രാഞ്ചിൽ DYSP ആയിട്ട് അഭിനയിക്കുന്ന നിഷാദിന്റെ അദ്ദേഹത്തിന്റെ ചലനങ്ങൾ ഒരു പോലീസ് ഓഫീസർ രീതി തന്നെയാണ്. നമ്മൾ പല മലയാളത്തിലെ മഹാനടന്മാരെ അഭിനയിച്ച മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയൊക്കെ പോലീസ് ഓഫീസറെ നമ്മൾ കണ്ടിട്ട് അതൊരു പോലീസ് ഓഫീസർ ആണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. അതുകൊണ്ട് അവരുടെ സിനിമകളൊന്നും ഞാൻ സാധാരണഗതിയിൽ കാണാറില്ല. കാരണം അത് നാടക നടന്മാരുടെ സ്റ്റേജിലുള്ള പ്രകടനമാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലും. CBI ഡയറിക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സേതുരാമയ്യർ, അതൊക്കെ ഒരു സ്റ്റേജ് നടന് പറ്റിയ രൂപവും ഭാവവും നടപ്പും ഒക്കെയാണ്. അതൊരു പോലീസ് ഓഫീസറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കാണാത്തത്. അത് നേരറിയാം CBI ഇതൊക്കെ പല നല്ല കളക്ഷൻ വാങ്ങിയതായിരിക്കാം. പക്ഷെ അത് നാടക സ്റ്റൈലിലാണ് പറയാനൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാൻ തന്നെ പോയത്. സുരേഷ് ഗോപിയുടെ നമ്മൾ കമ്മീഷനൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു പോലീസ് ഓഫീസറും കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല. കാരണം ലോക്കൽ പോലീസിലായാലും ക്രൈംബ്രാഞ്ചിലായാലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവരുടേതായ രീതികളിലാണ് അന്വേഷണം നടത്തുന്നത്. അത് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്, അവരുടെ പഠനം കൊണ്ടാണ്. അവർ ധാരാളം കേസുകൾ അന്വേഷിച്ച് വരുന്തോറും മാത്രമാണ് അവർ അതിൻ്റെ അകത്തൊരു എക്സ്പെർട്ട് ആകുന്നത്. അതുകൊണ്ടാണ് അവരുടെ ചോദ്യങ്ങൾ വളരെ കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളായി മാറുന്നത്. അല്ലാതെ ഒരു പോലീസ് ഓഫീസർ ഒരു IPS കിട്ടി അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ വന്നുടനെ ഈ രീതിയിലൊന്നും പെരുമാറാനോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും കഴിയില്ല. അതൊരു DYSP റാങ്കിൽ എത്തിക്കഴിയുമ്പോഴാണ് ബെറ്ററിനായ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് പലരും മാറുന്നത്. അങ്ങനെയാണ്. അത് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് നിഷാദ് കാണിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനൊരു അപ്രീഷിയേഷൻ തോന്നുന്നത്. എനിക്ക് മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് കണ്ടത് നിഷാദിനെ തന്നെയാണ്. മറ്റുള്ളവരെ ആരെയും പോലീസ് ഓഫീസേഴ്സായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ മലയാളത്തിലെ ചില ജൂനിയർ നടന്മാരുടെ ചില ചലനം, അവരുടെ നിൽപ്പ്, നോട്ടമൊക്കെ പോലീസ് ഓഫീസർമാരായിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഒരു ഫുൾ ടൈം പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ആദ്യം ഇതിനകത്താണ് കാണുന്നത്. ഹൈലി ഡീക്കേഡ് ആയിട്ടുള്ള ബോഡി എടുക്കുന്നതിനെ സംബന്ധിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കണ്ടു. ഞാനൊക്കെ 14 ജില്ലയിലും കോംപ്ലിക്കേറ്റഡായ ഒബ്സ്ക്യൂറായ കേസുകൾ അന്വേഷിച്ച വ്യക്തിയാണ്. 14 ജില്ലയിലുണ്ട്. ഞാൻ വളരെ അധികം നാൾ ക്രൈംബ്രാഞ്ചിൽ തന്നെയായിരുന്നു. അവരുടെ SIT തന്നെയായിരുന്നു. ആലുവ കൂട്ടക്കൊല അതിൻ്റെ ഡിറ്റക്ഷനൊക്കെ ഞാൻ തന്നെയാണ്. അത് പലരും പല വീരവാദങ്ങളും പറയുന്നെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ ടാക്സിക്കാരെ കൊല്ലുന്ന ധാരാളം കേസുകൾ കേരളത്തിൽ വന്നു. അവരുടെ കാറ് മോഷ്ടിച്ചുകൊണ്ട് പോവുകയും അവരെ കൊന്ന് കലുങ്ങിനടിയിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. അത് ആ ഡെഡ് ബോഡി 7, 8, 10 ദിവസം കഴിഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പൊ അതിന്റെ കണ്ടീഷൻ നമുക്കറിയാം, ഹൈലി ഡീകമ്പോസ്ഡ് ആയ ഡെഡ് ബോഡിയാണ്. കോട്ടയത്ത് മോഹൻ എന്ന് പറഞ്ഞ ടാക്സി ഡ്രൈവറെ ആ വാഹനം മോഷ്ടിക്കാനായിട്ട് അദ്ദേഹത്തിനെ പള്ളിക്കത്തോട് ഒരു കലുങ്ങിന്റെ അടിയിൽ കൊണ്ട് തിരികെ വെച്ച സംഭവമുണ്ട്. ആ കേസ് ഞാൻ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷെ അത് 7-ാം ദിവസം 8-ാം ദിവസമാണ് ആ ബോഡി കാണുന്നത്. ചീഞ്ഞഴുകി കലുങ്ങിന്റെ അടിയിൽ ആ വൃത്തത്തിലുള്ള ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് വീർത്ത് കെട്ടി ചീഞ്ഞഴുകി കിടക്കുന്ന ആ ബോഡി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെയുണ്ട് വീണ്ടും കോട്ടയത്ത് തന്നെ ഏലപ്പാറയെ കൊണ്ട് പോകുന്ന വഴിക്ക്, വാഗമണ്ണിന് പോകുന്ന വഴിക്ക് ഡെഡ് ബോഡി വലിച്ചെറിഞ്ഞു പോയ ഒരു ഡ്രൈവറുടെ കഥയുണ്ട്. അതുപോലെ കോഴിക്കോട് കഥയല്ല, ആ സംഭവങ്ങളാണ്. അതുപോലെ കോഴിക്കോട് ഒരു റെയിൽവേ ട്രാക്കിന് അടിയിൽ അവിടെ ഒരു ഡ്രൈവറെ കൊന്നുവെച്ച സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം കേസുകൾ. പിന്നെ പ്രവിത്താനത്ത് ഒരു ഡ്രൈവറെ വാടകയ്ക്ക് ജീപ്പ് പിടിച്ചുകൊണ്ട് പോയിട്ട് അയാളെ കൊന്ന് അത് ടൂറിസ്റ്റ് സെന്ററുകളിലേക്ക് സഞ്ചരിച്ച ശേഷം വാഗമണ്ണിൽ പോകുന്ന വഴിക്ക് ആ മലയുടെ താഴെ നിന്ന് 2 കിലോമീറ്റർ താഴെ കുത്തിറക്കത്തി വലിച്ചെറിഞ്ഞിട്ട് പോയി. അത് 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ഡെഡ് ബോഡി എടുത്ത് അത് ചുമന്ന് മോളിൽ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് ഞാനും ഡോക്ടർ സായി മാത്രമേ ഉള്ളൂ. വേറെ ഒരു മനുഷ്യനും അങ്ങോട്ട് അടുത്തില്ല. അത്ര ദുർഗന്ധം വമിക്കും. മനുഷ്യ ശരീരം അഴുകിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധം വാട വരുന്നത് മനുഷ്യ ശരീരത്തിൽ നിന്നാണ്. കാരണം അതുകൊണ്ട് അതിന്റെ അടുത്തൊന്നും ആർക്കും നിൽക്കാൻ ഒക്കില്ല, അതിൽ ഡീകമ്പോസ്ഡ് ആയ ഡെഡ് ബോഡിയുടെ അടുത്ത്. അപ്പൊ അതൊക്കെ ഒരു പരിധി വരെ ഇതിനകത്ത് അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിന് ആൻസർ കിട്ടേണ്ടതെന്നും പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരാളെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയി മണ്ട ചോദ്യം ചോദിക്കുന്നതൊക്കെ പതിവുള്ള കാര്യങ്ങൾ തന്നെ. അങ്ങനെയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നല്ല നീക്കമാണ് നിഷാദ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് ടോം ചാക്കോയുടെ അഭിനയം നന്നായിരിക്കുന്നു. അതുപോലെ ഒരു SP ഒരു സർക്കിളും 2 ലേഡീസ് വരുന്നുണ്ട്. അവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴത്തെ IPS കിട്ടി വരുന്ന ലേഡി SP-മാരെ അവരുടെ ചലനമൊക്കെ പോലെ തന്നെ എനിക്ക് തോന്നുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അഭിനയിച്ച് പിടിപ്പിച്ചിരിക്കുന്ന നിഷാദ് തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം നിഷാദിന്റെ ഈ രംഗത്ത് ഒരു പോലീസ് ഓഫീസറായിട്ട് ശോഭിക്കാൻ, സിനിമയിൽ ശോഭിക്കാനായിട്ട് നല്ല സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ അഭിനയത്തിന് വേണ്ടി ഓരോ റോളുക്കും സെലക്ട് ചെയ്തിരിക്കുന്നവരൊക്കെ നമ്മൾ വിസ്മരിച്ച പല നടന്മാരും അതിനകത്തുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് അവർ ആ റേഞ്ചിലുള്ള അവരുടെ എക്സ്പീരിയൻസ് ഉള്ള അഭിനയം കണ്ട് നമ്മൾ അന്തം വിട്ടു. ഓരോരുത്തരെയും നോക്കിക്കോളൂ. അതിനകത്ത് നിഷാദിന്റെ ഒപ്പം വന്ന പല ആൾക്കാരും, ഷൈൻ ടോം ചാക്കോ, വാണി വിശ്വനാഥൊക്കെ നമ്മൾ വിസ്മരിച്ചതാണ്. അവരുടെയൊക്കെ പ്രകടനം. പിന്നെ ദുർഗ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു CI ആയിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ട്. സ്വാസിക SP ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് സീരിയലിലൊക്കെ നടനാണ്. അദ്ദേഹം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ട് യൂണിഫോം ഇട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു പോലീസിന്റെ, ഞങ്ങളൊക്കെ പോലീസിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെയൊക്കെ ചലനങ്ങളും നമ്മുടെയൊക്കെ നോട്ടങ്ങളും നമ്മുടെയൊക്കെ നടപ്പുകളും നമ്മൾ ഓരോരുത്തരെ ചോദ്യം ചെയ്യുന്നതിനും അങ്ങനെയുള്ള ആ മൂവ്മെന്റുകളൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നിഷാദിൽ നിന്ന് അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എന്തായാലും ക്യാമറ വർക്കുകളും ഞാൻ നോക്കി. നല്ല എക്സലന്റ് ക്യാമറ വർക്കാണ് അതിനകത്ത് നടത്തിയിരിക്കുന്നത്. അതുപോലെ സ്റ്റണ്ടൊക്കെ നമുക്ക് അരോചകമായി തോന്നുമെങ്കിലും ആ സ്റ്റണ്ടും നന്നായിരിക്കുന്നു. ഇതിനകത്ത് ഒരു ഡാൻസ് ഉണ്ട്. അത് കോയമ്പത്തൂർ വെച്ചെങ്ങാണ്ടാണ് ഒരു ദിവസം കൊണ്ട് അത് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ ആ പെൺകുട്ടികളുടെ മൂവ്മെന്റ്, എത്ര ഫ്രിസ്ക് ആയിട്ടുള്ള മൂവ്മെന്റ്, ബോറില്ലാത്ത രീതിയിൽ ആ ഡാൻസ് കാണിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ ഭാഷ ഇതിനകത്ത് മലയാളവും ഉണ്ട്, തമിഴും കുറച്ച് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ സ്വല്പം ഹിന്ദിയും വരുന്നുണ്ട്. കാരണം അത് നോർത്ത് ഇന്ത്യയിൽ പോയി കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ. അപ്പൊ ഹിന്ദി ലാംഗ്വേജ്, അതായത് 3-4 ലാംഗ്വേജ് ഇതിനകത്ത് കയറി ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ നമുക്കിപ്പം മലയാളികൾക്കെല്ലാം ഈ ഭാഷകളെല്ലാം നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. സിനിമയിലായാലും ശരി, ഒരാൾ സംസാരിച്ചാലൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ ഇതിനകത്ത് അഭിനയിച്ചാൽ എല്ലാവരും കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പഴയ കാലത്തെ പല നടന്മാരും ശോഭിച്ച പോലീസ് ഓഫീസേഴ്സ് അവരൊന്നും പോലീസ് ഓഫീസർ ആണെന്ന് പറയാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ചലനങ്ങളൊക്കെ ഞങ്ങളുടെ പോലത്തെ ചലനങ്ങളായിരുന്നില്ല. അപ്പൊ അതുപോലെ പഴയ പ്രമാദമായ പല കൊലക്കേസുകളുടെ എങ്ങനെയാണ് എവിഡൻസ് കിട്ടിയെന്നുള്ള സയന്റിഫിക് ആയ ചില കാര്യങ്ങൾ, അവര് പോലീസ് നായയുടെ അതിനകത്തുള്ള നീക്കങ്ങൾ, പിന്നെ അവിടെ ഒരു ഡെഡ് ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയുള്ള കുറേ അറിവ് പകരുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഏതായാലും നിഷാദിന്റെ ഈ നീക്കം, ഈ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി. കാരണം
ഇതുവരെ മലയാളത്തിലെ ഒരു പോലീസ് ഓഫീസർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഏകദേശം ഒരു 60% വിജയിച്ച ഒരു സിനിമയാണ്, ഒരു ആക്ടർ തന്നെ നിഷാദ് എന്ന് പറയേണ്ടി വരും.